ഈ ഞായറാഴ്ച അവധിയായതിനാൽ ഞങ്ങളെല്ലാം കൂടെ ഒരു യാത്ര പോകാൻ തീരുമാനിച്ചു. തെലങ്കാന സംസ്ഥാനത്തിന്റെ വടക്കേ അറ്റത്തേക്കൊരു യാത്ര. ഒന്ന് ചായ കുടിച്ചേക്കാവല്ലെന്ന് വെച്ച് ഈ സ്ഥലത്ത് വേണ്ടി നിന്നു. മോശം പറയരുതല്ലോ, നല്ലൊരു അന്തരീക്ഷം. എല്ലാവരും നല്ല ജോളിയായിട്ട് പ്രഭാത ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ യാത്ര തുടർന്നു. ഇന്നൊരു ഞായറാഴ്ച ആയിട്ടുകൂടി വലിയ ആളും ബഹളമൊന്നും ഇല്ലായിരുന്നു ഹൈവേയിൽ. അതുകൊണ്ട് വണ്ടി ഓടിച്ചു പോകാൻ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഒരു 11 മണിയൊക്കെ ആറായപ്പോഴത്തേനും ഞങ്ങൾ അദിലാബാദ് എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ അടുത്തൊരു ചെറിയ ബ്രേക്ക് എടുത്തു. നിസാമാബാദിൽ നിന്ന് ഒരു 3 കിലോമീറ്റർ ദൂരമുണ്ട് ശ്രീറാം സാഗർ പ്രോജക്റ്റ് എന്ന് പറഞ്ഞ പ്രോജക്റ്റിലാണ് ഞാൻ ഗോദാവരിക്ക് കുറുകെ കെട്ടിയിരിക്കുന്ന ഈ അണക്കെട്ട് ഒന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ്. അതിനുശേഷം ഞങ്ങൾ പോയത് നിർമ്മൽ ജില്ലയിലുള്ള നിർമ്മൽ കളിപ്പാട്ടങ്ങൾ തയ്യാർ ചെയ്യുന്ന സ്ഥലം കാണാനാണ്. ഏകദേശം 400 വർഷം പഴക്കമുള്ള സമ്പന്നമായ പാരമ്പര്യമാണ് നിർമ്മൽ ആർട്ട്. അത് മൃദുവായ മരം, കളിപ്പാട്ടങ്ങളും ആകർഷകമായ പെയിന്റിങ്ങുകളും ഫർണിച്ചറും ഉൾക്കൊള്ളുന്നു. കരകൗശല വസ്തുക്കളുടെ വലിയ ലോകത്ത് അതിൻ്റെ അഭിമാനവും സ്ഥാനവും ഉൾക്കൊള്ളുന്നു. ഹൈദരാബാദിൽ നിന്ന് ഏകദേശം 220 കിലോമീറ്റർ അകലെ NH7 സമീപം സ്ഥിതി ചെയ്യുന്ന ഈ പട്ടണത്തിൽ നഖാഷ് കരകൗശല വിദഗ്ധർ നിർമ്മിച്ച മനോഹരമായ കളിപ്പാട്ടങ്ങളും പെയിന്റിങ്ങുകളുമുണ്ട്. പ്രാദേശിക പാരമ്പര്യമനുസരിച്ച് 17-ാം നൂറ്റാണ്ടിൽ രാജസ്ഥാനിലെ നഖാഷ് കുടുംബങ്ങൾ ഇവിടെ കുടിയേറി അവരാണ് ഈ കല കൊണ്ടുവന്നത്. അതിനുശേഷം ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ യാത്ര തുടർന്നു. സത്യം പറഞ്ഞാൽ ഞങ്ങളീ പോകുന്ന യാത്ര ഒരു വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയാണ്. തെലങ്കാന സംസ്ഥാനത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള അദിലാബാദ് ജില്ലയിൽ കുണ്ടല വാട്ടർഫോൾസ് കാണാൻ വേണ്ടിയുള്ള പോക്കാണിത്. മോശം പറയരുതല്ലോ, ഈ റോഡും ഇതിൻ്റെ ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ ഒരു പ്രത്യേക സുഖമാണ്. തെലങ്കാന സംസ്ഥാനത്തിൻ്റെ വടക്കോട്ടുള്ള യാത്ര എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ആദ്യത്തെ അനുഭവമാണ്. അങ്ങനെ ഒരു ഉച്ചയോടുകൂടി ഞങ്ങൾ കുന്തല വാട്ടർഫോൾസിൻ്റെ അടുത്തുള്ള ചെക്ക് പോസ്റ്റിലേക്ക് എത്തിച്ചേർന്നു. ഇവിടെ നിന്ന് ഏകദേശം ഒരു 3 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്താം. ഈ സ്ഥലം കാണുവാനും ഇതിന് ചുറ്റുമുള്ള പ്രകൃതി ഭംഗി ആസ്വദിക്കാനുമുള്ള ഏറ്റവും നല്ല സമയം മൺസൂൺ സീസണാണ്. ചെറിയ വളവും തിരിവുകളും ഒക്കെ കഴിഞ്ഞ് അവസാനം
ഞങ്ങൾ ആ സ്ഥലത്ത് എത്തിച്ചേർന്നു. ചെറിയൊരു വിശ്രമമൊക്കെ കഴിഞ്ഞു ഞങ്ങൾ പതുക്കെ താഴേക്ക് ഇറങ്ങാൻ തുടങ്ങി. മഴക്കാലമല്ലാത്തതിനാൽ ഈ വെള്ളച്ചാട്ടത്തിന്റെ ഒരു പകുതി ഭാഗവും വരണ്ടു തന്നെയായിരുന്നു കിടന്നത്. ആദിലാബാദ് ജില്ലയിലെ നേരടികൊണ്ട മണ്ഡലത്തിലുള്ള കടം എന്ന നദിയുടെ കുറുകെ സ്ഥിതി ചെയ്യുന്ന ഒരു വെള്ളച്ചാട്ടമാണിത്. തെലങ്കാന സംസ്ഥാനത്തിലെ തന്നെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമാണിത്. ഏകദേശം 150 അടിയാണ് ഇതിൻ്റെ ഉയരം. കുറേ സമയം അവിടെ ചെലവഴിച്ച ശേഷം ഞങ്ങൾ തിരിച്ച് കയറാൻ തുടങ്ങി. കയറ്റം മാത്രം ഒരു രക്ഷയില്ല. അങ്ങനെ ഒരു വിധത്തിൽ നടന്ന് മുകളിൽ കയറി. അപ്പോഴാണ് ശ്വാസം ഒന്ന് നേരെ വേണ്ടത്. ഈ കടയിൽ നിന്നാണ് ഞങ്ങൾ ഞങ്ങളുടെ സ്വാദിഷ്ടമായ ഭക്ഷണം കഴിച്ചത്. മോശം പറയരുതല്ലോ, അത് അടിപൊളി സ്വാദായിരുന്നു. അവസാനം വീട്ടിലേക്കുള്ള മടക്കയാത്ര പുതിയൊരു യാത്രയുടെ തയ്യാറെടുപ്പുകളുമായി.